person and a very warm welcome to all of you gathered here for the Shirdi Sabarnika Owners Association Family Get Together and New Year Celebrations 2026. Another year has knocked on our doors, bringing new hopes, new memories, and many reasons to celebrate. Today is all about togetherness, families, friends, and neighbors coming together as one big Sabarnika family. Hello everyone, I'm Austin. What makes the evening like this truly special is you, the residents who turned these apartments into a home. Tonight is a celebration of community, culture, talent, and joy. We have an exciting evening planned with cultural performance, fun activities, lucky draws, delicious food, a kids' game zone for our little ones, and of course, lots of entertainment ahead. Good evening, everyone. I am Devanshi. How many kids here are excited about the kids' game zone? Don't worry, there's lots of fun waiting for you today. Hello everyone. How many of you are excited for tonight's fun, performances and games? We have a lot of surprises and entertainment lined up. So let's enjoy every moment together. As we move ahead, it's time to begin our program on a formal note. We request everyone to kindly take their seats and give your full attention to the stage as we begin the official meeting, which marks the formal start of our New Year celebration. May I now request all the respected dignitaries to kindly come forward and take their place on the stage. To begin the official meeting, we invite Sneha to render the prayer song. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യ ജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യ ജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും ഏകണേ ഞങ്ങൾക്കെപ്പോഴും ഏകണേ ഞങ്ങൾക്കെപ്പോഴും. Thank you, Sneha. We now invite the Secretary of Shirdi Sabarnika Owner Association, Mr. Pravish, to deliver the welcome speech. കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങൾ നൽകിയ ആത്മവിശ്വാസവും പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതുവർഷത്തെ പ്രതീക്ഷകളിലേക്കും പുതിയ ചുവടുവയ്പ്പുകളിലേക്കും നാം നീങ്ങുന്നത്. 2026 പുതുവർഷം ആഘോഷിക്കുന്ന SSOയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിന് ആധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡൻറ്റും പാലോട് ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുൻ ഡയറക്ടറും കൂടിയായ ഡോക്ടർ പാണ്ഡുരംഗൻ സാറിനെ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആമുഖങ്ങളോ പരിചയപ്പെടുത്തലുകളോ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വം മലയാള സിനിമയിൽ നിന്നും തുടങ്ങി തമിഴ്, തെലുങ്ക് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സിനിമകളും കീഴടക്കി അങ്ങ് ബോളിവുഡിലേക്ക് വളർന്ന അഭിനേത്രി, മറ്റ് മുഖവുരകളൊന്നും ആവശ്യമില്ലാത്ത മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭയായ മുൻനിര അഭിനേത്രികളിൽ ഒരാളും സമൂഹത്തിലെ ഏത് പ്രശ്നത്തെക്കുറിച്ചും തൻ്റേതായ അഭിപ്രായം നട്ടൽ നിവർത്തി വെട്ടി തുറന്നു പറയുന്ന വ്യക്തിത്വത്തിനുടമയുമായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി മാലാ പാർവതി മേഡം നമ്മുടെ ചീഫ് ഗസ്റ്റാണ്. മേഡത്തെ ഈ പരിപാടിയിലേക്ക് SSOയിലെ ഓരോ അംഗത്തിൻ്റെയും പേരിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
SSOയുടെ വൈസ് പ്രസിഡൻറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനുമായ ജോർജ് എബ്രഹാം സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രിയങ്കരിയും നിങ്ങൾക്കെല്ലാവർക്കും പരിചിതയുമായ ആലീസ് ടീച്ചർ, SSOയുടെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ ആലീസ് ടീച്ചറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സൗവർണിക ബിൽഡേഴ്സ്, നമ്മുടെ സ്വന്തം ബിൽഡറാണ്. സൗവർണിക ബിൽഡേഴ്സിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ മുഖ്യ സ്പോൺസറും കൂടിയാണ് സൗവർണിക ബിൽഡേഴ്സ്. ശ്രീ ഹരി, സെയിൽസ് മാനേജറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ ട്രഷററാണ്. ട്രഷറർ ശ്രീമതി ആൻ മറിയ ജോർജിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Thank you, Pravish uncle, for those words. Your guidance always inspires our community to come together and celebrate in harmony. We now invite the President of SSOE, Dr. A. Pandurangan sir, to deliver the presidential address. Good evening. Respected chief guest of today's function, dear residents, friends, children, and senior members of our community, I welcome all of you for today's function celebrating New Year 2026. In fact, it gives me an immense pleasure to welcome all of you and also to celebrate this evening as a memorable one. As many of us get together and contributed for organizing this great evening, whatever way, many of them have almost joined with the association and given lot of input actually for organizing this event in a grand success. And there are two reasons. One is we are come together and gathered for this evening. It shows our togetherness and inclusive. And also, not only we are making this event, but also we are developing a bond among us. That is very important. And I welcome all of you. And also we are very fortunate to have the chief guest for today's evening. As you all know that Srimati Mala Parvati is a well-known actress and earned a good reputation due to her very strong performance, characters. And also, if you look that when I go through her biodata, she is actually a trained psychologist actually. It's very important because nowadays a person who knows psychology is very important because even he can able to deal with the people, different kinds of people who are under stress, and also an advocate. That may be the reason probably she is strongly focusing on the social commitment in many of her activities. Actually, madam, we are very fortunate to have you as our guest today, and we look forward to your New Year greetings. And also, she is actually well managed. If you look at her heart performance as well as intellect and social commitment, which in fact much appreciable, and also it will be the youngsters can able to assume later on in the years to come, so that a well-developed literary society with respectful for each others. That will be the most important, madam. We are very fortunate. And also on this occasion, I
we are now entering into the 2026, and I wish all of you a very prosperous and wealthy new year, and we look forward a great good night and enjoy the great day. Thank you very much. നമ്മുടെ പൾസ് ഹോസ്പിറ്റൽ നമ്മുടെ കോ സ്പോൺസറാണ്. പൾസ് ഹോസ്പിറ്റലിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ ശ്രീ മോഹൻദാസ് സാറും ഇവിടെ വേദിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അബദ്ധത്തിൽ വിട്ടുപോയതാണ്, ക്ഷമിക്കണം. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Thank you, Dr. A. Pandurangan sir, for your address. Your vision and support continue to lead our association forward. To mark the auspicious beginning of today's celebration, we now proceed with the lighting of the lamp. We respectfully invite our chief guest, Srimati Mala Parvati, along with the office bearers, to kindly come forward for the lamp lighting. We now invite our esteemed chief guest, Srimati Mala Parvati, to address the gathering. Who's presiding over the function, Dr. A.G. Pandurangan, our beloved secretary, Sri Pravish, our sponsor of the day, Mr. Mohandas, Mr. Giri, who's here for felicitation, Srimati Alice, and all the special guests on the dais, and my dear Saubarnika flatmates. I'm indeed honored and privileged to be part of this function, though I am called a chief guest and a special invitee. I was staying here in this flat, in this apartment for the past 3 months. So I don't feel an outsider, I feel a person from this space. So Mr. Pandurangan sir was saying that he can speak in English, but I opt to speak in Malayalam. With your permission, I shift my language to Malayalam because it makes me more at home. And I think I'll be able to connect more with you all. ഇവിടെ കുട്ടികളെല്ലാം ഇംഗ്ലീഷിലാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഞാനും ഇംഗ്ലീഷിൽ ഇപ്പോൾ സംസാരിക്കണോ? അപ്പോൾ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അയ്യോ എന്നായി. ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇടത്തിൽ വന്നു എന്ന് നമുക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മലയാളത്തിലേക്ക് സംസാരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. നമ്മളിന്നിവിടെ ഒരു ന്യൂ ഇയർ ആഘോഷം മാത്രമല്ല നടത്തുന്നത്. നമ്മൾ കുട്ടികൾക്ക് ഓർമ്മകൾ നെയ്തു കൊടുക്കുകയാണ്. കുട്ടികൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ എത്രമാത്രം ഇൻക്ലൂസീവായിട്ടുള്ള, എത്രമാത്രം സ്നേഹസമ്പന്നമായ ഒരു സമൂഹമാണ് ഇത് എന്ന് പറയാൻ, എത്രമാത്രം ലൈവായിട്ടുള്ള, കുട്ടികൾക്ക് തെറ്റുവരും അല്ലെ അവരങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യേണ്ട, നമുക്കത് കൃത്യമായി ചെയ്യാം എന്നതിൽ പകരം ഇത് കുഞ്ഞുങ്ങളുടെ പരിപാടിയാണ്, അവരാണിത് നേതൃത്വം കൊടുക്കേണ്ടതെന്ന് എടുക്കുന്ന ഒരു തീരുമാനമുണ്ടല്ലോ, അതിന് തന്നെ ആദ്യം ഞാനൊരു വലിയ സല്യൂട്ട് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയല്ല, അങ്കിളും ആൻറ്റിമാരും അമ്മാമ്മമാരും അമ്മച്ചിമാരും ഒക്കെ ഉള്ള ഒരു വലിയ കൂട്ടുകുടുംബം. നമ്മൾ പണ്ട് കുടുംബത്തിനകത്ത് രക്തബന്ധുക്കളാണ് നമുക്ക് ബന്ധുക്കൾ, രക്തത്തിലെ ബന്ധം, രക്തബന്ധുക്കളാണ് നമുക്കെല്ലാം, ബാക്കിയുള്ളവരൊക്കെ പുറമേ ഉള്ളവരാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ അപ്പാർട്ട്മെൻറ്റ്സ് വന്നതിന് ശേഷം അങ്ങനെയൊന്നുമില്ല. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരെല്ലാവരും സനാഥരാണ്. നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്, ഒരുപാട് രക്തമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ
നമുക്ക് വിളിപ്പുറത്തുള്ള നമ്മളുടെ ഏറ്റവും സ്നേഹസമ്പന്നരായ ഒരു വലിയ കുടുംബമാണ് നമ്മളെന്ന് നമുക്ക് അപ്പാർട്ട്മെൻറ്റ് ജീവിതം തിരിച്ചറിയിച്ച് തന്നിട്ടുണ്ട്. ഞാൻ എറണാകുളത്ത് 52 വർഷം അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന 52 വർഷവും ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ഒരാളാണ്. അച്ഛനും അമ്മയും ഞങ്ങളൊരു കൂട്ടുകുടുംബം പോലെ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഒരുപാട് ഫ്രണ്ട്സ് വരും, ഒരുപാട് ആൾക്കാർ വരും, ഒരു 10-15 പേര് എപ്പോഴും എൻ്റെ വീട്ടിലുണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് അപ്പാർട്ട്മെൻറ്റിൽ പോയപ്പോൾ എനിക്ക് ആദ്യം വലിയൊരു ആശങ്കയായിരുന്നു, എങ്ങനെ ഞാൻ അവിടെ പോയി അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകതരം രീതി, ഞാനിനി ഒരു അപ്പാർട്ട്മെൻറ്റിൽ അല്ലാതെ വേറെ താമസിക്കില്ല എന്ന് തോന്നുന്ന തരത്തിൽ ഭയങ്കര സ്പെഷ്യലായി. കാരണം നമുക്ക് വേണ്ടെടുത്ത് നമുക്ക് ഒരുപാട് പ്രൈവസി, ആവശ്യമുള്ളപ്പോൾ ഒരുപാട് ബന്ധം. നോയിലിൽ എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഒരു മരണമുണ്ടായാൽ അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഒരു വീട്ടിൽ വന്നാൽ ആ ഒരു മൊത്തം അസോസിയേഷനാണ് അത് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് തന്നെയാണ് എനിക്ക് ഇവിടെ ഷിർദി സൗപർണികയിൽ കാണാൻ പറ്റിയത്. ഞാനിവിടെ എനിക്കൊരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് ഇവിടുത്തെ സെക്രട്ടറി ശ്രീ പ്രവീഷ്, മിസ്റ്റർ ജീനു, അതുപോലെ ആലിസ് തോമസ്, അതുപോലെ മിസ്സസ് ആലിസും അതുപോലെ മിസ്സസ് മോളി മാത്യുവും കൂടിയാണ് എന്നെ ക്ഷണിക്കാൻ വന്നത് ഈ ഒരു പരിപാടിക്ക്. അന്ന് തന്നെ ഞാൻ വിചാരിച്ചു, കാരണം ഇവിടെ വന്ന് കുട്ടികൾ വൈകുന്നേരം കളിക്കുന്നതും നടക്കുന്നതും ഒക്കെ നമ്മൾ വെളിയിറങ്ങുമ്പോൾ എല്ലാ ദിവസവും കണ്ടിട്ട് ഒരു മാനസികമായിട്ടൊരു അടുപ്പം ഈ സ്ഥാപനത്തിനോട്, ഈ അപ്പാർട്ട്മെൻറ്റിനോടുള്ളത് കൊണ്ട് അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു, എനിക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ജനുവരി 10 ഇവിടെ വരും. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയത്തില്ല ഷൂട്ടിംഗ് കൊണ്ട്. പക്ഷെ ഞാൻ അപ്പം തന്നെ അമൃത എടുത്ത് പറഞ്ഞു, ഷൂട്ടിംഗ് അല്ലാത്ത വേറെ എന്ത് തിരക്കും മാറ്റി വെച്ച് ഞാൻ വന്നോളാം എന്ന് പറയുകയും ഞാനിന്ന് കൃത്യമായിട്ട് ഇവിടെ എത്താൻ പറ്റുകയും ചെയ്തു. അത് വലിയ ഒരു സന്തോഷമാണ്. കാരണം ഇവിടെ താമസിച്ചപ്പോൾ കിട്ടിയ നമുക്ക് സ്വൈര്യം എന്നൊക്കെ പറയില്ലേ, ഒരു സന്തോഷം, സമാധാനം, ഒരു ശാന്തി, ഒരു ബഹളമില്ലായ്മ, എന്നാൽ ഇഷ്ടം പോലെ ബഹളം, അതിൻ്റെ ഒരു ബാലൻസ് അതൊരുപാട് കൃത്യമായി എനിക്ക് ഏറ്റവും വയ്യാതിരുന്ന ഒരു സമയത്ത് അനുഭവിച്ചത് കൊണ്ട് ആ നന്ദി പ്രകടിപ്പിക്കാൻ കൂടിയാണ് ഞാൻ ഇന്ന് ഈ അവസരത്തിനെ വിനിയോഗിക്കുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ താമസിച്ചിരുന്നത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിലാണ്. അവിടെ വിമൻസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ വിമൻസ് കോളേജ് ഹോസ്റ്റലുണ്ട്. മെഡിക്കൽ കോളേജ് കുട്ടികൾ താമസിക്കുന്ന വിമൻസ് കോളേജിൻ്റെ ഹോസ്റ്റൽ 2 നിരയായി 2 റോഡിൽ 2 വശത്തായി ക്വാർട്ടേഴ്സുകളുണ്ട്. ബി ക്വാർട്ടേഴ്സും എ ക്വാർട്ടേഴ്സും. ഈ എ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ഡോക്ടർ ഗംഗാധരൻ, ഡോക്ടർ ബാലകൃഷ്ണൻ, ഡോക്ടർ രാമഭദ്രൻ, ഇങ്ങനെ തുടങ്ങി എൻ്റെ അമ്മ ഡോക്ടർ ലളിത, ഡോക്ടർ ശ്രീധരൻ പോറ്റി, ഡോക്ടർ സുലൈമാൻ, ഇങ്ങനെ തുടങ്ങുന്ന ഒരു കുറച്ച് ചെറിയൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുന്നതും ആലോചിക്കുന്നതും അല്ലെങ്കിൽ അന്ന് സരള ചേച്ചി ഉണ്ടാക്കി തന്നിരുന്ന കേക്ക്, അല്ലെങ്കിൽ ഏലിക്കുട്ടി ആൻ്റിയുടെ വീട്ടിൽ പോയി അവിടെ നടന്നിരുന്ന തമാശകൾ, അവിടുത്തെ ഒരുപാട് ചെടികളും മരങ്ങളും ഉള്ള ഒരു സ്ഥലമായിരുന്നു. അവിടുത്തെ പറങ്കിയാവൽ വലിഞ്ഞു കയറുന്നതും അവിടുത്തെ ഞാറ പറിക്കാൻ പോകുന്നതും അവിടുത്തെ പേരയ്ക്ക പറിക്കാൻ പോകുന്നതും മാവിൽ കയറി മാങ്ങ പറിക്കുന്നത്, അവിടെ വലിയ പേരയ്ക്ക മാവുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ പുറകിലുള്ള വള്ളിച്ചെടികൾ വലിഞ്ഞു കയറി അപ്പുറത്തെ വീടുകളിലേക്ക് ഓടിക്കയറുന്ന, റോഡ് വഴിയൊന്നും പോകാതെ അവിടെ വെച്ചൊരു വലിയ അണലിയെ കണ്ടതും, ഇതെല്ലാം എത്ര ഒരു സിനിമ കാണുന്നതിനെക്കാട്ടിയും സുവ്യക്തമായിട്ട് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളാണ്. ഇത് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിട്ടുള്ള സ്നേഹവും വീട്ടിൽ നിന്ന് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചത് അടുത്ത വീട്ടിലെ ആൻറ്റിമാരിൽ നിന്ന്, അവിടുത്തെ ചേട്ടന്മാരിൽ നിന്നും ചേച്ചിമാരിൽ നിന്നും ഒക്കെയാണ് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും. നമ്മളങ്ങനെ സ്വാംശീകരിക്കുന്ന പല കാര്യങ്ങളും അത് ജീവിതത്തിൽ എത്രമാത്രം വലിയ മുതൽക്കൂട്ടായി എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇപ്പം തന്നെ നിങ്ങളുടെ ഇവിടെ കുട്ടികൾ കളിക്കുന്ന ഈ ശബ്ദം വലിയ ആശ്വാസമാണ്. പലരും കുട്ടികൾ തമ്മിൽ കളിക്കുന്നില്ല, എല്ലാവരും മറ്റേ മൊബൈലിൽ നോക്കിയിരിക്കുകയും AI വെച്ചുള്ള തമാശകളും അവരുടെ വീഡിയോ ഗെയിമുകളിലേക്കും കുടുങ്ങുമ്പോൾ ഇവിടെ കുട്ടികൾ കളിക്കുന്നു, അവർ ഒച്ചപ്പാടുണ്ടാക്കുന്നു, രസിക്കുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ എൻ്റെ കുട്ടിക്കാലത്തേക്ക് എനിക്ക് മടങ്ങാൻ അത് കാരണമായി. അതുകൊണ്ട് ഇത് ഒരു സനാഥരായ കുഞ്ഞുങ്ങളുടെ ഒരു സ്ഥലമാണ്. ഒരുപാട് അമ്മച്ചിമാരും ആൻറ്റിമാരും ഒക്കെ ഉള്ള ഒരു വലിയ കുടുംബമായിട്ടാണ് ഞാൻ ഷിർദി സൗപർണികയെ കാണുന്നത്. ഇനിയും ഇതിങ്ങനെ തന്നെ തുടരട്ടെ. ഒരുപാട് സ്നേഹവും സന്തോഷവും പരസ്പരം നൽകിക്കൊണ്ട് ഒരൊറ്റ കുടുംബമായി നമുക്ക്
മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഒരുപാട് പ്രസംഗത്തിനുള്ള ഒരു വേദിയല്ല ഇത്. സ്നേഹം പങ്കുവയ്ക്കാനും നന്ദി പറയുവാനും സന്തോഷം പ്രകടിപ്പിക്കുവാനാണ് ഞാൻ എൻ്റെ ഈ അവസരത്തെ വിനിയോഗിക്കുന്നത്. ഒരുപാട് സന്തോഷം, നന്ദി ഷിർദി സൗപർണിക എന്നെ വിളിച്ചതിന്, ഇങ്ങനെ ഒരു അവസരം തന്നതിന്, നിങ്ങളെയൊക്കെ കാണാൻ എനിക്ക് അവസരമുണ്ടാക്കി തന്നതിന്. താങ്ക് യു. Thank you, ma'am, for those inspiring words. Your presence truly makes this celebration special for all of us. We now invite our treasurer, Mrs. Mamta, to give a few words of felicitation. ആദ്യമായിട്ടാണ് ഞാൻ പ്രസംഗിക്കുക എന്നുള്ളൊരു ചടങ്ങിൽ വരുന്നത്. അതുകൊണ്ട് എൻ്റെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ദയവായി. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, മുഖ്യാതിഥി ശ്രീമതി മാലാ പാർവതി മാഡം, SSOA ഫാമിലിയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കുഞ്ഞുങ്ങൾ, എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മുടെ ഈ പുതുവർഷാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയും വെള്ളിത്തിരയിലെ മികച്ച പ്രകടനങ്ങളിലൂടെയും സാമൂഹിക വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകൾ ഉറക്കെപ്പറയുകയും നമ്മെ വിസ്മയിപ്പിക്കുന്ന ശ്രീമതി മാലാ പാർവതി മാഡമാണ്. മലയാളികൾക്ക് നമുക്ക് കിട്ടിയ നമ്മുടെ മാഡത്തിന് നമുക്ക് SSOയുടെ ഈ ഫാമിലി ഫംഗ്ഷന് കിട്ടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. SSOA ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം എന്നതിനുപരി സന്തോഷത്തിനും സങ്കടത്തിലും ഒരുപോലെ പങ്കുചേർന്ന് നിൽക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് നമ്മുടെ SSOA ഫാമിലി. മാറ്റങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും പ്രതീകമായി ഈ പുതുവർഷം നമ്മുടെ കൂട്ടായ്മകൾ കൂടുതൽ സ്നേഹവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ ആശംസിക്കുന്നു. Thank you, Mrs. Mamata, for your warm words. We now invite our Vice President, Mr. George Abraham, to give a few words of felicitation. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഫ്ലാറ്റ് അസോസിയേഷൻ SSOയുടെ 2026 ന്യൂ ഇയർ പ്രോഗ്രാമിന് ആശംസകൾ പറയാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ എൻ്റെ സന്തോഷം ഞാൻ ആദ്യമായിട്ട് പങ്കുവയ്ക്കുന്നു. ആദ്യമായി SSO പ്രസിഡൻറ്റും ഇന്നത്തെ അധ്യക്ഷനുമായ ഡോക്ടർ ശ്രീ പാണ്ഡ്രംഗ് സാറിന് ആദ്യമായി SSOയുടെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നു. രണ്ടാമതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ അതിഥിയായി ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയ നടി ശ്രീമതി മാലാ പാർവതിക്ക് SSOയുടെ പേരിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊള്ളു. പിന്നെ എനിക്ക് ആശംസകൾ പറയാനുള്ളത് നമ്മുടെ സ്പോൺസേഴ്സിനാണ്. ഒരു ലോങ് ലിസ്റ്റാണ്. ആദ്യമായിട്ട് പോപ്പുലർ മാരുതി നെക്സ പാളയം, സൗബർണിക ബിൽഡേഴ്സ്, കാനറ ബാങ്ക്, വോൾ ഫിസിയോ, പൾസ് ഹോസ്പിറ്റൽ, ട്രാവൻകൂർ ഗോൾഡ്, കെ ഹെൽത്ത് മെഡിക്കൽ സെൻറ്റർ, ജോമാർട്ട്, ഡ്രീം സ്റ്റുഡിയോ, കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ്, ഫിറ്റ്നസ് സ്പോർട്ട്, പ്രസ്റ്റീജ് പട്ടം, മോംസ് കെയർ, രാജധാനി ഫർണിച്ചർ മാർട്ട് അരീക്കോട്, കോട്ടൺ വില്ലേഴ്സ്, ഇവർക്കെല്ലാം ഉള്ള ആശംസകൾ ഞാൻ SSOയുടെ പേരിൽ അർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ അസോസിയേഷൻ്റെ എല്ലാ കമ്മിറ്റികളുടെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ അസോസിയേഷൻ്റെ പേരിലുള്ള ആശംസകൾ അർപ്പിക്കുന്നു. പിന്നെ ഇന്നിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന കുട്ടികൾക്കും പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്നവർക്കും SSOയുടെ പേരിലുള്ള ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Mr. George Abraham, for your kind words. We now invite the representative of Saubarnika Builders Sales Manager, Mr. Giri, to say a few words.
ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ഗിരി രാധാകൃഷ്ണൻ. ഞാൻ സൗപർണിക ബിൽഡേഴ്സിൻ്റെ കേരള റീജിയനിലെ സെയിൽസ് മാനേജറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു I would like to thank all our customers and dignitaries on dais for inviting us for this auspicious day. സൗപർണിക ബിൽഡേഴ്സ് ഏകദേശം 22 വർഷമായ ഒരു കമ്പനിയാണ് സൗപർണിക ബിൽഡേഴ്സ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ അറൗണ്ട് 16 പ്രൊജക്ട്സാണ് നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ നമ്മൾ 3 സ്റ്റേറ്റ്സിൽ നമുക്ക് പ്രസൻസ് ഉണ്ട്: കർണാടക, കേരള, തമിഴ്നാടു. ഇപ്പോൾ നമ്മൾ മുംബൈയിലേക്ക് നമ്മുടെ റൂട്ട്സ് എല്ലാം എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഇൻ കേസ് ലൈക്ക് നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ ഇപ്പം കറൻ്റ്ലി നമുക്ക് 5 ഓൺഗോയിങ് പ്രൊജക്ട്സാണ് ഇപ്പോൾ വരുന്നത്. അതും ട്രിവാൻഡ്രത്തിന് തന്നെ പ്രൈം ലൊക്കേഷൻസ് ആയ കഴക്കൂട്ടം, ശ്രീകാര്യം, ഉള്ളൂർ, ദെൻ നമ്മുടെ പള്ളിമൂക്ക്. ട്രിവാൻഡ്രത്ത് തന്നെ ആദ്യത്തെ പ്രൊജക്റ്റായിരുന്നു ശ്രുതി ഫേസ് 1 വരുന്നത്. അതിനുശേഷം ഫേസ് 2 വില്ല പ്രൊജക്ട്സ്, അങ്ങനെ ഏകദേശം 16 പ്രൊജക്ട്സോളം കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആർക്കെങ്കിലും ട്രിവാൻഡ്രത്ത് ഏതെങ്കിലും പ്രൊജക്ട്സ്, പുതിയ ഫ്ലാറ്റ്സോ അല്ലെങ്കിൽ വില്ലാസോ പർച്ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും കൈൻഡ്ലി കോൺടാക്ട് us. ആൻഡ് ലാസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു wish you all a happy new year. Thank you for inviting us. Thank you all. We now invite the representative of Pulse Hospital Marketing Head, Mr. Mohan Das, to say a few words. ബഹുമാനപ്പെട്ട അസോസിയേഷൻ സെക്രട്ടറി ശ്രീ പ്രവീഷ് സാർ, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ AC പാണ്ഡുരംഗൻ സാർ, ശ്രീമതി മാലതി പാർവതി മാഡം, മറ്റു അടുത്ത വിശിഷ്ട അതിഥികളെ, ഞാൻ പൾസ് ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് ഹെഡാണ്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ ക്ഷണിച്ചത്. ക്ഷണിച്ച സൗവർണിക അപ്പാർട്ട്മെൻറ്റിന് നന്ദി പറയപ്പെടുത്തുകയാണ്. ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മണ്ണന്തലയ്ക്ക് ഒരു 1/2 കിലോമീറ്റർ ഫ്രണ്ടിലോട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഞങ്ങൾ ഏകദേശം 6-7 കൊല്ലത്തോളമായി അത് അവിടെ തുടങ്ങിയിട്ട് എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. ഫിസിഷ്യൻ, ENT ഡോക്ടർ, പിന്നെ ഒരു സർജൻ. ഇനി അടുത്തതായി ഞങ്ങളിപ്പോൾ ഉടനെ തന്നെ 2 ഡോക്ടർമാരെ കൂടി നമ്മൾ വയ്ക്കുന്നുണ്ട്. ഗൈനക്കോളജിസ്റ്റും പിന്നെ ഒരു ഓർത്തോ ഡോക്ടറെ കൂടി വയ്ക്കുന്നുണ്ട്. പിന്നെ അത് പോയിട്ട് കുടുംബത്തിൻ്റെ ആരോഗ്യം സുരക്ഷിതത്വം എന്നുള്ള ഒരു ഇതിൽ പൾസ് സൗഖ്യ മെമ്പർ കാർഡ് അത് എല്ലാവരേക്കും നോട്ടീസ് തന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ തന്നെ അറിയാൻ കഴിയും. ഒരു കുടുംബത്തിൽ 8 പേർക്ക് നമ്മൾ ആ കാർഡ് എടുക്കാവുന്നതാണ്. 1999 രൂപയാണ് അതിൻ്റെ റേറ്റ്. കാലാവധി 365 ദിവസമാണ്. പരമാവധി അംഗങ്ങളെന്ന് പറഞ്ഞാൽ 8 പേരാണ്. പിന്നെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. എക്സ്റേ, ECG, സ്കാനിങ്, അൾട്രാ സ്കാനിങ് തുടങ്ങിയ ആംബുലൻസ് സർവീസ് ഉണ്ട്. 60 വയസ്സിന് മുകളിലോട്ടുള്ളവരെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയും അതുപോലെ അവിടെ തിരിച്ചെത്തിക്കുകയും ചെയ്യും. അതുപോലെ ബ്ലഡും മറ്റു കാര്യങ്ങളെല്ലാം വീട്ടിൽ തന്നെ വന്ന് എടുത്തിട്ട് റിസൾട്ട് സമയാസമയങ്ങളിൽ അവിടെ എത്തിക്കുകയും ചെയ്യും. ഫ്രീ ഹോം സർവീസ് എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ഞങ്ങളെ ഇതിൽ നിന്ന് ക്ഷണിച്ചതിനെ ഈ സംഘടനയ്ക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നമസ്കാരം. Thank you, sir. As a token of our love and appreciation, we now present a memento to our chief guest, Srimati Mala Parvati. We now invite the SSOA Joint Secretary, Mrs. Alice Thomas, to deliver the word of thanks. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ 2026 ന്യൂ ഇയർ സെലിബ്രേഷനാണല്ലോ. ഇത്രത്തോളം ഈ ഫ്ലാറ്റിൽ താമസിക്കുവാനും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ആയിരിക്കാനും ഇന്ന് നമുക്ക് ഈ ന്യൂ ഇയർ ആഘോഷിക്കുവാനും ലഭിച്ച അവസരത്തിന് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ആദ്യമായി ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തതും ഏറ്റവും മനോഹരമാക്കി തീർത്തതുമായ നമ്മുടെ ചീഫ് ഗസ്റ്റ് മിസ്സസ് മാല പാർവതി മാമാണ്. മാമിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതേസമയം തന്നെ മാമിനെക്കുറിച്ച് ഞങ്ങൾ അവിടെ ക്ഷണിക്കാനായിട്ട് ചെന്നപ്പോൾ മാം കാണിച്ച ആ സ്നേഹവും താഴ്മയും മാമിൻ്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ ഞങ്ങൾ
നോക്കാനായിട്ട് ഇടയായി. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാമിൻ്റെ മെസ്സേജും എല്ലാം അതിന് നന്ദി കരയറ്റുന്നു മാമിന്. അടുത്തതായി നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന നമ്മുടെ ഡോക്ടർ AG പാണ്ഡുരംഗൻ സാറാണ്. സാറിൻ്റെ പ്രവർത്തനം വളരെ അനുഗ്രഹമാണ്. കാരണം സാറ് ഈ ഫ്ലാറ്റിൻ്റെ ആദ്യം മുതലുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുകയും എല്ലാ കാര്യങ്ങളിലും നല്ല അറിവും കഴിവുമുള്ള ആളാണ്. സാറ് നമുക്ക് പ്രസിഡൻ്റ് ആയിരിക്കുന്നതും സാറ് തരുന്ന പക്വമായ തീരുമാനങ്ങളും സജഷൻസും സാറിൻ്റെ സപ്പോർട്ടും നമുക്ക് ഏവർക്കും വളരെ അനുഗ്രഹമാണ്. സാറിനോടുള്ള ഹൃദയംഗമായ നന്ദി ഈ സമയത്ത്. അടുത്തതായി നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി ആയിരിക്കുന്ന നമ്മുടെ മിസ്റ്റർ പ്രവീഷാണ്. പ്രവീഷ് എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുകയും വളരെ റെസ്പോൺസിബിളാണ്. ഈ ഫ്ലാറ്റിൻ്റെ ഓരോ കാര്യങ്ങളിലും വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോടും വളരെ കെയറിങ്ങോടും കൂടെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല നേതൃത്വം വഹിക്കുന്ന ഒരാളാണ്. ഈ ഫ്ലാറ്റിൻ്റെ ഏറ്റവും നല്ല ഒരു ഫങ്ഷനിങ് എല്ലാം നടന്നു പോകുന്നതിന് പ്രജീഷിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇത്രത്തോളം ഭംഗിയായി കോർഡിനേറ്റ് ചെയ്ത് ഇതെല്ലാം ചെയ്യുന്നതിന് സഹായിച്ച മിസ്റ്റർ പ്രവീഷിനോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമുക്ക് ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ മിസ്റ്റർ വൈസ് പ്രസിഡൻറ്റ് മിസ്റ്റർ ജോർജ് എബ്രഹാം, മിസ്സിസ് മമത, അതുപോലെ സ്പോൺസർഷിപ്പ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള മിസ്റ്റർ വിമൽ പോപ്പുലർ നെക്സ, മിസ്റ്റർ ഹരി സെയിൽസ് മാനേജർ സൗവർണിക ബിൽഡേഴ്സ്, മിസ്റ്റർ മോഹൻദാസ് മാർക്കറ്റിംഗ് ഹെഡ് പൾസ് ഹോസ്പിറ്റൽ, അതുപോലെ മറ്റെല്ലാ സ്പോൺസേഴ്സിനോടും റെപ്രസെൻറ്റേറ്റീവ്സിനോടുമുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ വർഷത്തെ ന്യൂ ഇയർ പ്രോഗ്രാം ഇത്രത്തോളം മനോഹരമാക്കുവാനും സജീവമാക്കുവാനും സഹായിച്ച എല്ലാ ഈ SSOA ഫാമിലിയോടും അവരുടെ അതിഥികളായി വന്നിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ഈ സന്ധ്യായാമം ഏറ്റവും സന്തോഷവും അനുഗ്രഹവുമായിരിക്കട്ടെ. ഈ പുതുവത്സരം എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും സമാധാനവുമുള്ള ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you, Mrs. Alice Thomas, for the heartfelt word of thanks. We appreciate all the effort behind making today's celebration so memorable. With this, we come to the end of the official meeting.